സർജറി. അങ്ങനെ സർജറികൾ ചെയ്യുമ്പോൾ ഡോക്ടർ നിങ്ങളിൽ നിന്നും എഴുതി വാങ്ങിക്കും ജീവിക്കാൻ 1% പോലും ഗ്യാരണ്ടിയും വാറണ്ടിയും ഇല്ല എന്ന്. ഗ്യാരണ്ടി എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ഓഫീസിൽ ഒരു പ്രിന്റർ ഉണ്ടായിരുന്നു. അത് പ്രവർത്തിപ്പിച്ചിരുന്നയാൾ പ്രിന്റിംഗ് പ്രസ്സിൽ ജോലി ചെയ്തിരുന്നു. 57-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ശമ്പളം 22,000 ആയിരുന്നു. ഒരു ദിവസം വീട്ടിൽ അയാൾ തലകറങ്ങി വീഴാൻ ഇടയായി. വീട്ടുകാർ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹം കോമ സ്റ്റേജിലായി. അതിനുള്ള ചികിത്സകൾ തുടർന്നുകൊണ്ടേയിരുന്നു. 16 മുതൽ 17 ദിവസം വരെ അദ്ദേഹം കോമയിൽ തുടർന്നു. 18 മുതൽ 19 ലക്ഷം വരെ വീട്ടുകാർക്ക് ബിൽ എമൗണ്ട് അടയ്ക്കേണ്ടി വന്നു. 22,000 രൂപ ശമ്പളമുള്ള ഈ വ്യക്തി 18-19 ലക്ഷം രൂപ വരെ കെട്ടിവെച്ചിട്ടും രക്ഷപ്പെടാനായില്ല. ഇത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്സിജനെയും ബ്ലഡ് സർക്കുലേഷനെയും കുറിച്ച് മനസ്സിലാക്കുക. ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപ വരെ നമ്മൾ ചിലവാക്കുന്നു. അതിനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങളുടേത്. ഈ പ്രൊഡക്റ്റ് ആദ്യം തന്നെ സ്വയം ആരോഗ്യവാനാണെന്ന് കരുതുന്ന ഒരാൾ തന്നെ ഉപയോഗിച്ച് നോക്കണം. അനാരോഗ്യമുള്ളവരും ഇത് ഉപയോഗിച്ച് നോക്കണം. നമ്മളിൽ ഓരോ വ്യക്തിയും ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നത്തെ ഒരു പ്രിവെൻഷനായും ആസ് എ ഹീലർ നമ്മുടെ ശരീരത്തിനെ ഹീൽ ചെയ്യുന്നു. നമ്മുടെ പ്രശ്നങ്ങളെ കുറച്ചു കൊണ്ടുവരും. പക്ഷേ ഇതൊരു മാന്ത്രിക വടിയല്ല. നിങ്ങൾ ഉറങ്ങിയാലും മാഗ്നറ്റിക് ബോട്ടിൽ വെള്ളം കുടിച്ചാലും ബ്രേസ്ലെറ്റ് ധരിച്ചാലും നിങ്ങളുടെ അസുഖം പെട്ടെന്ന് ഭേദമാകണമെന്നില്ല. അതിന് സമയമെടുക്കും. നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി തന്നെ കാത്തിരിക്കണം. ഓക്കെ, മാഗ്നറ്റ്